ആകെ കുഴയും. ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാമ്മയും കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും വൈകിയ കാര്യങ്ങൾ ആകെ അവതാളത്തിലാവും. എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാമല്ലോ. എന്നാലും അവൻ ആരെ കാണാൻ വേണ്ടിയാ വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഇറങ്ങിയത്? ദേവൂട്ടിയുടെ കാര്യത്തിൽ അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനും വിക്രമനും വീട്ടിൽ ഇരുന്ന് അക്കാര്യം സംസാരിച്ചത് അവന് മനസ്സിലായി കാണും. എങ്കിലവൻ ആരോടെങ്കിലും പറയുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിനു മുമ്പ് അവനെ തടയണം. ചേടാ, ഓരോരോ ഏടാകൂടങ്ങളെ. ഇനി അവളുടെ തൃക്കൈയിൽ ഇത് തിരിച്ചേൽപ്പിച്ചാലേ മോതിരം ഊരാൻ പറ്റുള്ളൂ എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ദേ സന്ദീപ്, ഞാനൊരു കാര്യം പറയാം. ഇനി ഇതും കൊണ്ട് അവളുടെ വീട്ടിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവളോട് വേറെ എവിടെയെങ്കിലും വരാൻ പറ സന്ദീപ്. അവിടെ വെച്ച് നേരിട്ടിത് നമുക്ക് അവളെ ഏൽപ്പിക്കാം. എന്നിട്ട് നമുക്ക് പോവാം. സുരേന്ദ്രൻ അങ്കിള് പൂക്കടയിലുണ്ടാവുമേ. നമുക്ക് അങ്കിളിനോട് ചെന്ന് വിവരം പറയാം. ദേവൂട്ടി അങ്കിള് വിളിച്ചു വരുത്തിക്കോളും. എന്ത് വേണമെങ്കിലും ചെയ്യ്. എങ്ങനെയെങ്കിലും ഈ ഊരാ കുടിക്കുന്ന തല ഊരിയാ മതി. അമ്മ വാ. സന്ദീപേട്ടാ. ഓ, തന്റെ കാര്യം ഞാനങ്ങ് മറന്നു. സന്ദീപേട്ടാ, എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ദേ, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. താനൊരു കാര്യം ചെയ്, പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വാ. ഞങ്ങൾക്ക് പോയിട്ട് വേറൊരു ആവശ്യമുണ്ട്. ഇഷ, ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ പോട്ടെ. ഞാൻ കൃഷ്ണനെ വിളിക്കാം, ഉറപ്പായിട്ടും വിളിക്കാം. ചേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചേട്ടൻ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം. ഞാൻ ഉറപ്പായിട്ടും വിളിക്കാം കിഷൻ. ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിന്റെ ഒരു ധൃതിയിലാണ് ഞങ്ങള്. ശരി സന്ദീപേട്ടാ, എങ്കിൽ ആ കാര്യം നടക്കട്ടെ. പക്ഷേ എന്നെ വിളിക്കാൻ മറക്കല്ലേ. എനിക്ക് പറയാനുള്ളത് കേട്ടില്ലെങ്കിൽ ചേട്ടന് പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. എടാ, നീ ഒന്ന് വന്നേ. വാ. സന്ദീപേ, നീ ഇവരൊന്നും പറയുന്നത് കേട്ട് വിരളാൻ നിൽക്കരുത്. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവുകയല്ലേ. പിന്നെ ഇവരെയൊന്നും കാണേണ്ടി വരില്ലല്ലോ. പിന്നെ എന്തിനാ ഇവർക്കൊക്കെ കാതു കൊടുക്കാൻ നിൽക്കുന്നേ? നീ വാ. എത്രയും പെട്ടെന്ന് അയാളെ കണ്ട് ദേവൂട്ടിയെ വിളിച്ചു വരുത്തി ഇത് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം. വാ മോനെ, വാ. അവനിവിടെ ആരെയോ കാത്തു നിൽക്കുക. മിക്കവാറും ആ വിദ്യാമയെ തന്നെയാവും. അവരെ ഇവനെ ഇപ്പൊ കണ്ട ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഇവിടുന്ന് ഒഴിവാക്കണം. നീ എന്താ ഇവിടെ? ഞാൻ അമ്പലത്തിൽ വന്നതാ. അച്ഛനെന്താ ഇവിടെ? ഞാനൊരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും നിന്നെ ഇവിടെ വെച്ച് കണ്ട കാര്യമായി. എന്താ കാര്യം? അതാ കേറ്. നിന്നോട് എനിക്കൊരു കാര്യം ഗൗരവമായിട്ട് സംസാരിക്കാനുണ്ട്. അച്ഛനെന്താ പറയാനുള്ളത്? അത് പറയാം. വാ കേറ്. വാ വാ കേറ്. പണിയെടുക്ക. അച്ഛനെന്താ പറയാനുള്ളത്? പറയാം. നമ്മുടെ വീട്ടില് നീ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അമ്പികയല്ലേ?
അവരെ അവിടെ താമസിപ്പിക്കാൻ നിന്റെ അമ്മയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും. എന്തോ അവരവിടെ വന്നു കയറിയതിനു ശേഷം വീട്ടിലെ ഒരു അപശകുനം പോലെ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ വീട്ടിലെ അപശകുനവും മൂസ്താവതിയൊന്നും അവരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. മദ്യപാനവും മനസ്സിലെ ദുഷ്ടചിന്തകളൊക്കെ അതിന് കാരണം. അതിന് ആ പാവം എന്തു പിഴച്ചു? പിന്നെ അംബികാമ്മ അവിടെ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അക്കാര്യം വിദ്യാമ്മയോടൊന്ന് സംസാരിച്ച് അവരെ സത്രത്തിലേക്ക് മാറ്റണമെന്ന് പറയാൻ വേണ്ടി ഇരുന്നതാ ഞാൻ. ഇത് പറയാൻ വേണ്ടിയാണോ നീ വിദ്യാമ്മയെ കാത്തു നിന്നേ? ആ, മറ്റു പലതും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കാന്ന് വിചാരിച്ചു. അതെന്താ മറ്റു പല കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ച്? എങ്കിലത് ഉറപ്പായിട്ടും ദേവൂട്ടിയുടെ കാര്യം തന്നെയായിരിക്കും. എടാ, വിദ്യാമ്മയോട് നിനക്ക് വേറെന്താ സംസാരിക്കാനുള്ളത്? അതൊക്കെ ഞാൻ പിന്നെ സൗകര്യം പോലെ പറയാം. എന്തായാലും അച്ഛൻ ദൈവത്തെ മറന്നുള്ള പ്രവൃത്തിയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതിന്റെ പാവമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പാവം അമ്മയായിരിക്കും. അത് മറക്കരുത്. അവരെന്തിനാ നിങ്ങളെ കാണാൻ പൂക്കടയിൽ വന്നേ? ദേവൂട്ടി അവർക്ക് കൊടുത്ത മോതിരം തിരിച്ച് ദേവൂട്ടി ഏൽപ്പിക്കാൻ അവർ തയ്യാറാണെന്ന് പറയാനാ വന്നത്. ഓ, അതവർക്ക് ഇപ്പോഴാണോ തോന്നിയത്? ഇത്രയും നാളത് തിരിച്ചു തരൂല എന്നുള്ള വാശിയിലായിരുന്നല്ലോ. ഇപ്പൊ എന്തേ അങ്ങനൊരു സൗമനസ്യം കാണിക്കാൻ? അതിന്റെ കാര്യമൊന്നും അവർ പറഞ്ഞില്ല. ദേവൂട്ടിയുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുക്കണമെന്നാ ശ്രീകലയുടെ ആഗ്രഹം. അതുകൊണ്ട് ഇവളെയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലാൻ അവർ പറഞ്ഞു. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇനി ഇവളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് പോവാനോ? നാളെ ഇവളുടെ മഞ്ഞൾ കല്യാണമാ. അത് കഴിഞ്ഞ ഉടനെ കല്യാണവും. അതിന്റെ തലേന്ന് കല്യാണ പെണ്ണ് മറ്റൊരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയിന്ന് ഗഗന്റെ വീട്ടുകാരറിഞ്ഞ എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവരുടെ വീട്ടിൽ ചെല്ലണമെന്നൂല അവർക്ക് നിർബന്ധമില്ല. ഒന്നിൽ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ പൂക്കടയിൽ വെച്ചോ മോതിരം കൈമാറാമെന്ന ആ സ്ത്രീ പറഞ്ഞത്. അത് ദേവൂട്ടിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് അവർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അത് ക്ഷേത്രത്തിൽ വെച്ചോ ആവാമല്ലോ. ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇപ്പൊ ആരും കുറ്റമൊന്നും പറയില്ലല്ലോ. അതെ, ക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ അതിൽ കുറ്റപ്പെടുത്താനൊന്നുമില്ലല്ലോ.